രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ കേരളത്തിന് അഭിമാനമായ ഒരു ചരിത്ര നിമിഷം കൂടി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പാകിസ്ഥാൻ അതിർത്തിയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിൽ ജീവൻ പോലും പണയം വെച്ച് അസാമാന്യ ധീരതയോടെ പരാജയപ്പെടുത്തിയ മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ മേജർ തരുൺ വാസുദേവിന് രാജ്യത്തിന്റെ ആദരമായി സമാധാനകാല ധീരതാ പുരസ്കാരമായ ശൗര്യ ചക്ര പ്രഖ്യാപിച്ചു. കാശ്മീർ അതിർത്തിയിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വൻ ഭീഷണി ഉയർത്തിയെത്തിയ ഭീകരരുടെ നീക്കം മുൻകൂട്ടി കണ്ട് കനത്ത വെല്ലുവിളികൾ നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും പ്രതികൂല കാലാവസ്ഥയും വകവെക്കാതെ അതിശക്തമായ പോരാട്ടത്തിലൂടെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ പദ്ധതിയെ അവർ പൂർണ്ണമായി ഇല്ലാതാക്കി. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി ജീവൻ പോലും പണയം വെച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ അസാമാന്യ ധീരതയാണ് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സമാധാനകാല ധീരതാ പുരസ്കാരമായ ശൗര്യ ചക്രത്തിലൂടെ രാജ്യം ആദരിക്കുന്നത്. 57 രാഷ്ട്രീയ റൈഫിൾസിലെ അംഗവും വിരമിച്ച കേണൽ AK വാസുദേവിന്റെയും രശ്മി വാസുദേവിന്റെയും മകനുമായ മേജർ തരുണിന്റെ ഈ അസാമാന്യ സേവനവും ധീരതയുമാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമാധാനകാല ധീരതാ പുരസ്കാരങ്ങളിൽ ഒന്നായ ശൗര്യ ചക്രയിലൂടെ ആദരിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ ഇന്ത്യയുടെ സായുധ സേനയുടെ കരുത്തും അർപ്പണബോധവും വിളിച്ചോതുന്ന ഈ മലയാളി സൈനികന്റെ വീരഗാഥ ഓരോ മലയാളിക്കും തല ഉയർത്തി നിൽക്കാനുള്ള അവസരവും വരും തലമുറയ്ക്ക് വലിയൊരു പ്രചോദനവും സമ്മാനിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി കാവലാളായി നിന്ന് ഭീകരതയെ ചെറുത്തു തോൽപ്പിച്ച മേജർ തരുൺ വാസുദേവിന്റെ ഈ നേട്ടം രാജ്യത്തിന്റെ സായുധ സേനാ ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒന്നാണ്. മലയാളികൾക്ക് എന്നല്ല ഇന്ത്യ ഒന്നാകെ അഭിമാനിക്കുന്ന ഈ ധീര ജവാന് ഹൃദയം നിറഞ്ഞ ആദരവുകൾ അർപ്പിക്കുന്നു.